ഈസ് ഫണ്ട് എന്നാണല്ലോ. എന്നാ ശരി, ഫണ്ണായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇഞ്ച ദിക്കറുപാടി കിളികളെയും കൂട്ടിയിട്ട് അങ്ങ് പോയി ബീച്ചിലേക്ക്. അതും ആനവണ്ടി കഴിഞ്ഞാൽ കേരളത്തിൽ രണ്ടാമത്തെ ഫാൻ ബേസ് ഉള്ള സാക്ഷാൽ ബജാജ് ഓട്ടോയില്. അതിന്റെ ഒരു സൗണ്ടും ഒരു കുലുക്കവും ഒരു ബെഞ്ചിനും തരാൻ പറ്റൂല. ബീച്ചിലെത്തിയപ്പോഴല്ലേ കളി മാറിയേ. ഐസ് കണ്ടിട്ടാണോ എന്തോ മക്കൾസിനൊക്കെ വല്ലാത്ത പ്രേമഞ്ഞോട്. എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഓരോ ഐസ്ക്രീം അങ്ങോട്ട് കാച്ചി. ഇതിലിപ്പോൾ ആരാ കുഞ്ഞെന്നുള്ള കാര്യത്തിൽ നമുക്കൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ ഐസ്ക്രീം കഴിച്ചതും കുടുങ്ങിയെന്ന് പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. ഞങ്ങൾ നേരെ വിട്ട് അലിബായ് തട്ടുകടയിലേക്ക്. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചൊരു സ്ഥലമായിരുന്നു. ഈ ലിസ്റ്റ് കേട്ടിട്ട് എന്നാ പിന്നെ കട്ടിങ്ങും ഷേവിങ്ങും ഓരോന്നിങ്ങ് പോരട്ടെ എന്നുള്ള മട്ടിൽ ഓരോരുത്തർ ഓരോന്നങ്ങ് ഓർഡർ ആക്കി. ഒരു പ്ലേറ്റ് കപ്പ ബിരിയാണി അടിച്ചതിന് ശേഷം വീണ്ടും കപ്പ ബിരിയാണി വാങ്ങിയിട്ടാകൊണ്ട് അടിയുണ്ടാക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പൊ അറിയാലോ ഇവിടുത്തെ കപ്പ ബിരിയാണി ഒന്നൊന്നര സാധനം. കോമഡി അതല്ല, ഇത് തിന്നുന്ന കണ്ട മക്കൾസിന്റെ അവസ്ഥ. അവസാനം അവരെ കിച്ചണിൽ വരെ നമ്മൾ മേഞ്ഞു കയറി എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ മക്രൂണി മിക്സും പിന്നെ സ്പെഷ്യൽ കൊത്തു പൊറാട്ടയും പൊട്ടും ചില്ലി ചിക്കനും ആൻഡ് ഓൾസോ കപ്പ ബിരിയാണിയും ഇതൊക്കെ ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. അപ്പൊ ലൊക്കേഷൻ വരുന്നത് പെരുമാളൂരും നാഷണൽ ഹൈവേന്റെ തൊട്ടിപ്പുറത്ത്. അവസാനം ആക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ജീവിച്ച് കാണിച്ച ആ ഒരു കിളീനെ കൂട്ടിയിട്ട് ഞാളങ്ങ് നാട്. അപ്പൊ പിന്നെ മസലമ്മ ബൈ ബൈ ഫ്രം കൊയസ് റെസിപ്പി.